നമ്മൾ ഈ പ്രൊഡക്റ്റ് റിട്ടേണിൻ്റെ പലതരത്തിലുള്ള അവസ്ഥാന്തരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു എനിക്ക് കിട്ടുന്ന ആദ്യമായിട്ട് കേട്ടോ. അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് ഏലക്കായ അയച്ചാണ്. ക്വാണ്ടിറ്റി 2ൻ്റെ ഒരു 100 ഗ്രാമിൻ്റെ 2 ക്വാണ്ടിറ്റി ഏലക്കായ അയച്ചാണ്. അത് സംഭവം വന്നിരിക്കുന്ന കോലം കണ്ടത് നിങ്ങൾ. ഇത് കൊറിയർ റിട്ടേൺ ആണ്. ഇതിനകത്ത് ഏലക്കായൻ്റെ എല്ലാം സൈഡ് പൊളിച്ചിട്ട് ഉള്ളിലുള്ള കുരു മാത്രം ഇട്ടേക്കുക. ഫുള്ളായിട്ട് പൊളിച്ചിട്ടില്ല, സൈഡ് മാത്രം വളരെ ക്ഷമയോടെ കുത്തിയിരുന്നിട്ട് അത് ഓരോന്ന് പൊളിച്ചു. ഒരെണ്ണം പോലും നമുക്ക് നല്ലതില്ല. എല്ലാത്തിൻ്റെ ഉള്ളിലെ, അതായത് 2 ബോക്സ് ഉണ്ടായിരുന്നു, 2ൻ്റെ ഉള്ളിലെ എല്ലാ കുരുക്കളും എടുത്തിട്ട് മെല്ലെ ഉള്ളിലുള്ള കുരുവെല്ലാം എടുത്ത് ചണ്ടി ഇങ്ങോട്ട് അയച്ച്. എന്തായാലും നല്ല ക്ഷമയുള്ളവരാണ്. ഇത് കസ്റ്റമർ റിട്ടേൺ അല്ല, ഇത് കൊറിയർ റിട്ടേൺ ആണ് കേട്ടോ. കാര്യം ഈ സ്പൈസസിനൊന്നും ഈ റിട്ടേൺസ് ഇല്ല, കസ്റ്റമർ റിട്ടേൺ ഇല്ല. ഇത് ഡെലിവറി ആയിട്ടില്ല. നമുക്കവിടെ ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ഡെലിവറി ആയിട്ടില്ല, കൊറിയർ റിട്ടേൺ ആവുന്നത്. അപ്പോൾ ഈ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ നഷ്ടങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് കേട്ടോ. ഇതിൻ്റെ മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിന് ക്ലെയിമിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലർ പ്രൊട്ടക്ഷൻ ഫണ്ടുകളുണ്ട്. അപ്പോൾ ക്ലെയിമിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 25-30 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. അത് അതിലും വലിയ കോമഡിയാണ് ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം. അപ്പോൾ ഇതിൻ്റെ കൊറിയർ പാർട്ണർ ഡെലിവറിയാണ്. അപ്പോൾ ഡെലിവറീൻ്റെ ഭാഗത്തു നിന്നാണ് ഈ സംഭവം വന്നിട്ടുണ്ടാവുക. കാര്യം കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് പോയെങ്കിൽ ഇവരെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഡെലിവറിയിലെ ടീം മെമ്പേഴ്സ് ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ വളരെ മോശമുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ഇതിനെതിരെ നിങ്ങൾ എടുക്കുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.